എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം അനന്തഭദ്രമ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, സർഗമ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട്. അവരോടൊന്നും മത്സരിക്കാൻ ഞാനില്ല, അതെല്ലാം അവരുടെ ഇഷ്ടം. പക്ഷേ അനന്തഭദ്രത്തിലെ ദിഗംബരൻ എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും റേഞ്ചുള്ള കഥാപാത്രം തന്നെയായിരുന്നു. ഒരുപാട് മനസ്സുകൊണ്ടും മെയ്യനങ്ങിയും ആത്മാവ് കൊണ്ടും അഭിനയിച്ച സിനിമയാണ് അനന്തഭദ്രത്തിലെ ദിഗംബരൻ. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏകദേശം 2-3 ആഴ്ചയോളം ഞാൻ കിടന്നുപോയി. ഈ ക്യാരക്ടർ ദേഹത്ത് കൂടിയതാണോ എന്താണെന്ന് അറിയത്തില്ല, കണ്ണു പെട്ടതാണോ എന്താണെന്ന് അറിയത്തില്ല, ആകെപ്പാട് പ്രശ്നമായിട്ട് എനിക്ക് അസുഖമായി, പനിയായി, കാര്യങ്ങളൊക്കെ കിടന്നുപോയി. ആ സിനിമ ഇറങ്ങി ഒരു 2-3 ആഴ്ചത്തേക്ക് അതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കിനും എനിക്ക് പോകാൻ സാധിച്ചില്ല. അത്രയധികം കിടപ്പിലായിപ്പോയി. അങ്ങനത്തെ ഒരു കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുമില്ല. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. മലയാള സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രം പാടി അഭിനയിക്കുന്നതും ആദ്യമായിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാറില്ല. വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലൻ തന്നെ, സർവത്ര കുരുത്തക്കേട് കാണിക്കുക, ലാസ്റ്റ് ഹീറോ എടുത്തിട്ട് മെതിച്ച് പപ്പടമാക്കി പടം ശുഭം എന്നെഴുതി കാണിക്കുക. ഇതല്ല, ഇതിനകത്ത് കളി ഒരുപാട് വേറെയുണ്ട്. ഹീറോയ്ക്ക് ഈക്വലായി അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയാവുന്ന ദിഗംബരൻ എന്നുള്ള ക്യാരക്ടർ ഇല്ലെങ്കിൽ അനന്തഭദ്രം എന്നുള്ള സിനിമയില്ല. സന്തോഷ് ശിവൻ ഇത് ആദ്യം ഇതിൻ്റെ സ്റ്റോറി ഡിസ്കഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിനിമ ഷൂട്ടിങ്ങിനോട് അടുത്ത സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, മനോജ് ഇതിനകത്തൊരു മനോജിൻ്റെ ക്യാരക്ടർ പാടി അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, മനോജ് തന്നെ പാടിയാൽ മതി എന്ന് രാധാകൃഷ്ണൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാദ്യം ഈ തിരനുരയെന്നുള്ള പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നതിന് മുമ്പാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് മനോജ് തന്നെ പാടിക്കോട്ടെ എന്ന് സന്തോഷ് ശിവൻ പറഞ്ഞിരിക്കുന്നു. അത് എൻ്റെ അടുത്ത് പുള്ളി ഇൻഫർമേഷൻ തന്നു സന്തോഷ് ശിവൻ. അപ്പം ഞാനത് സന്തോഷമായി. ഇങ്ങനെ ഒരു സിനിമയിൽ പാട്ട് പാടാനും കൂടെയുള്ള അഭിനയമല്ലേ, അപ്പം അവസരമല്ലേ. അങ്ങനെ കമ്പോസിങ് അവിടെ നടക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് എപ്പോഴും 2-3 ആഴ്ച കഴിഞ്ഞപ്പം സന്തോഷിനെ വിളിച്ച് ചോദിച്ചു, സന്തോഷ് ചേട്ടാ മറ്റേ അന്നൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, എനിക്കൊരു സിറ്റുവേഷനുണ്ട് പാടുന്നത്. ആവശ്യം അത് ഞാൻ മനോജിനെ പറയാൻ വിട്ടുപോയി. ആ പാട്ട് ആക്ച്വലി കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മനോജിനെ പോലെ സംഗീതം പഠിക്കാത്തൊരാൾക്ക് അത് പാടാൻ പറ്റില്ല. ഹെവി സോങ്ങാണ്, ഭയങ്കര റേഞ്ചുള്ള സോങ്ങാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ഇപ്പം പ്രശ്നം, അല്ലാതെ ദാസേട്ടൻ പാടുകയാണ്. ഞാൻ അയ്യോ സന്തോഷം, മഹാഭാഗ്യം, വീണ്ടും ദാസേട്ടൻ്റെ വോയിസിൽ എനിക്കൊരു പാട്ട് കിട്ടുകയല്ലേ. വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ, ആരോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഉടയോൻ എന്ന് പറയുന്ന ഭദ്രേട്ടൻ്റെ സിനിമയുടെ സെറ്റിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഉടയോൻ്റെ ഷൂട്ടിംഗ് ഉച്ചവരെ പൊള്ളാച്ചിയിൽ. അഗ്ലി ഫേസ്, പല്ല് മുഴുവൻ കറയും പിടിച്ച് ഒരുമാതിരി അളിഞ്ഞ് താടിയും ഒക്കെ ആയിട്ട് ഒരു വൃത്തിയായിട്ട് വിഗ്ഗൊക്കെ വെച്ചിട്ടുള്ള പൊട്ടൻ ക്യാരക്ടറാണ്. അവിടെ നിന്ന് നേരെ എത്തുന്നത് ഇത്രയും ജഗജാല വീരനായിട്ടുള്ള ജൈജാൻറ്റിക്കായിട്ടുള്ള ഒരു ക്യാരക്ടർ ദിഗംബരൻ. ഒരു പിടിയും കിട്ടുന്നില്ല. ഈ സെറ്റിൽ നിന്ന് ഈ രാവിലെ പൊട്ടനായിട്ട് അഭിനയിച്ച് ഞാൻ ഉച്ചയ്ക്ക് ശേഷം അഭിനയിക്കേണ്ട ദിഗംബരനായിട്ടാണ്. എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, എങ്ങനെ ഇത് പോയി ചെയ്യണം, എങ്ങനെ ചെയ്തു തുടങ്ങണം, ദിഗംബരൻ എങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷെ അതൊന്ന് നമ്മളിലേക്കൊന്ന് കയറാനുള്ള സമയം വേണ്ടേ, അതില്ല. നേരെ വന്നു പൊള്ളാച്ചിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് 2:30-3 മണിക്ക് ഞാൻ വരിക്കാശ്ശേരി മനയിലെത്തുന്നു. പട്ടണം റഷീദ് മേക്കപ്പ് കാര്യങ്ങളെല്ലാം റെഡിയാണ്. എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. എടുക്കാൻ പോകുന്നതോ ഞാൻ ഈ പറഞ്ഞ പാട്ടാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു സീൻ പോലും അല്ല ഷൂട്ട് ചെയ്ത്. ആദ്യം തിരനുരയും ചുരുൾമുടിയിൽ
സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. ഈ പാട്ട് ഞാനത് എങ്ങനെ ഈ പാട്ടിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു ക്രൂഷ്യൽ ഏരിയയിൽ പാടി അഭിനയിക്കേണ്ട ഒരു സീനാണിത്. ഇത് ഞാൻ ദിഗംബറിൻ്റെ ഒരു കുഞ്ഞു സീൻ പോലും എടുക്കാതെ ഞാൻ എങ്ങനെ ഈ പാട്ടിലേക്ക് കയറും, എങ്ങനെ ഇത് ഈയുടെ എക്സ്പ്രഷനൊക്കെ എങ്ങനെ വരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ മേക്കപ്പ് ഇരുന്ന് കൊടുത്തു. മേക്കപ്പിന് കണ്ണെഴുത്ത് ഇതെല്ലാം കഴിഞ്ഞ് പൊട്ട് കാര്യം പുരികം കയ്യിലെ നഖങ്ങൾ ഇതെല്ലാം വെച്ചു. കോസ്റ്റ്യൂമർ കൊണ്ടുവന്ന് കറുത്ത ആ ഉടുപ്പും കാര്യങ്ങളും കറുത്ത മുണ്ടും എല്ലാം ഇട്ട് മാലകളും കമ്മലും എല്ലാം ഇട്ട് ലാസ്റ്റ് ഞാനിങ്ങനെ റഷീദ് പറഞ്ഞു, കണ്ണാടി പ്ലീസ്, കണ്ണാടിയും തരും. കണ്ണാടി എടുത്ത് ഇങ്ങനെ നോക്കി ഒഴിക്കുക. എവിടെയോ ഒരു സാധനം എൻ്റെ മനസ്സിലേക്ക് കയറി. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ഷോട്ട് റെഡി എന്നകത്തുനിന്ന് വന്ന് പറയുന്നു. എവിടുന്നോ കിട്ടിയൊരു ഊർജം, ഒരാവേശം മനസ്സിലേക്ക്, ആത്മാവിലേക്ക് ഇരച്ചു കയറി. അങ്ങനെയുള്ള പോക്കായിരുന്നു ആ ഷോട്ടിൽ. കന്മദം പോലെ ഗന്ധമാർന്നൊരീ കാൽപ്പടം നൂപുരം കോർത്തു ചാർത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ ദേവി വരപ്രസാദം തേടി വരുന്നോരെൻ്റെ ഇടനെഞ്ചിൽ മിടിക്കുന്നതിടയ്ക്കതൻ സ്വരജതിയോ തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. സർഗമോ പെരുന്തച്ഛനോ അനന്തപത്രിയുടെ ക്യാരക്ടറിനേക്കാളിലും എനിക്ക് പേടിസ്വപ്നമായി മാറിയത് സീനിയേഴ്സിലെ ക്യാരക്ടറാണ്. ഈ കോളേജ് കുമാരനെ പോലെ നടക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ കോളേജിലേക്ക് വീണ്ടും അഡ്മിഷന് വേണ്ടി പോയി അവിടെ പെൺപിള്ളാരുടെ കൂടെ പുറകെ നടക്കുകയും ഭയങ്കര പഞ്ചാരയായിട്ടുള്ള റഷീദ് മുന്ന എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിനെ ഞാൻ എങ്ങനെ അവതരിപ്പിക്കും? അവതരിപ്പിച്ചാൽ തന്നെ അത് ആളുകൾ എടുക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള അങ്കലാപ്പ് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു ഈ സീനിയേഴ്സ് എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ. അതിൻ്റെ കൂടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മാസ്റ്റർ, ഡാൻസ് മാസ്റ്ററാണ് ഈ പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ മദ്രാസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആരാമം നിറഞ്ഞെന്ന് പറഞ്ഞ പാട്ട് കിട്ടുകിട്ടുകിട്ടുകിട്ടുകാന്നുള്ള മ്യൂസിക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുടുങ്ങി ഞാൻ. ഇവരുടെ കൂടെ ജയറാമൻ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്, ചാക്കോച്ചൻ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ഡാൻസറും കൂടെയാണ്. ഇവൻ ബിജുവും ബെറ്ററാണ്, എന്നെക്കാൾ ഒരുപാട് ബെറ്ററാണെന്ന് എനിക്കറിയാം ഡാൻസിൻ്റെ കാര്യത്തിൽ. ഞാൻ മാത്രം അതിൻ്റെ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആരാമം നിറഞ്ഞെടുക്കുമ്പോഴൊക്കെ എനിക്ക് ഓരോ ഷോട്ടിലും ഞാൻ കഷ്ടപ്പെട്ട് ഇവരുടെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് 2, 3, 4, 5, 7 റിഹേഴ്സൽ ചെയ്ത് ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അങ്ങനെയായിരുന്നു ആ ആരാമം നിറഞ്ഞ് എടുത്തത്. പക്ഷേ സിനിമ നിങ്ങളെ കണ്ടു നോക്കൂ, ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുമുണ്ട്.